ഹായ് എവരിവൺ, ഏവർക്കും ട്രാപ്റ്റേഡ് മണ്ണിന്റെ ഒരു ലൈവ് ട്രാപ്റ്റേഡിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് തീയതി 24 ജൂൺ 2024. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഡേ നമ്മുടെ പ്രിപ്പറേഷൻ വീഡിയോക്ക് അനുസരിച്ച് കാണാത്തവരും കാണുക. അതിനകത്ത് നല്ല നല്ല പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആ വീഡിയോക്ക് അനുസരിച്ച് നമ്മൾ ഇന്ന് ട്രേഡിംഗ് പ്ലാൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇത് ലാസ്റ്റ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. പ്രീവിയസ് ഡേ ലോ, ഓക്കെ, പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എക്സലേഴ്സിനെ ട്രാപ്പ് ചെയ്യാൻ സാധ്യത. അതുപോലെ തന്നെ ഇതൊരു നല്ലൊരു സപ്പോർട്ട് സോൺ ആണ്. ഓക്കെ, സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്ത് മൂവ് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതെന്താ എങ്ങനെയാണ് മാർക്കറ്റ് ഓൾറെഡി 2-3 ദിവസത്തെ ലോയാണ്. ഓക്കെ, നോക്കാം ഈ ഒരു 2-3 ദിവസത്തെ ലോയാണ് മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ ക്രിയേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്യും. പ്ലസ് അതിനനുസരിച്ച് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് സോണും വന്നിട്ടുണ്ട്. ഓക്കെ, ഡിമാൻഡ് സോണാണിത്. സോ ആ ഏരിയയിൽ എത്തുമ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. എക്സാക്ട്ലി മാർക്കറ്റ് ഇന്ന് ഉണ്ടാക്കിയത് സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ. ഓക്കെ, ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആയി. അതിനുശേഷം എക്സാക്ട് റെസിസ്റ്റൻസ് എടുത്ത് താഴത്ത് വന്നു ക്ലിയർ പ്രൈസ് ആക്ഷൻ ഉണ്ടാക്കി. പ്രൈസ് ആക്ഷൻ അപ്പൊ ഇത്രയും വലിയൊരു താഴത്തോട്ട് ഈ പ്രൈസ് ആക്ഷൻ കാണുമ്പോൾ റീറ്റെയിൽ ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നത് എന്താ, ഈ ലോയ്ക്ക് താഴെ മാർക്കറ്റ് താഴ്ത്തു പോകാൻ നല്ല രീതിയിൽ താഴ്ത്തു പോകാൻ സാധ്യതയുണ്ട്. ബട്ട് റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് എക്സാക്ട് സപ്പോർട്ട് സോണില്, അപ്പൊ ഒരു സപ്പോർട്ട് സോണിൽ മാർക്കറ്റ് എത്തിയാൽ എങ്ങനെ സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ നമുക്ക് കൺഫ്യൂഷൻ ആണ്. അത് എങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് എക്സാക്ട് ആ മാർക്കറ്റ് സപ്പോർട്ടിൽ എത്തിയത് മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തതിനു ശേഷം സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഓക്കെ, അതിനുശേഷം ഇവിടെ എൻട്രി നഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ഓക്കെ, ഞാൻ എന്റെ കഴിഞ്ഞ 2-3 വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇത് എങ്ങനെ നമുക്ക് ഇവിടെ എൻട്രി എടുക്കാം, ഇതേപോലെ മാർക്കറ്റ് കണ്ടീഷനിൽ എങ്ങനെ എൻട്രി എടുക്കാം. പ്രീവിയസ് ഡേ ലോ, പ്രീവിയസ് ഡേ ഹൈ, ഡേ ലോ, അല്ലെങ്കിൽ ലാസ്റ്റ് സ്വിംഗ്. ഓക്കെ, ലാസ്റ്റ് ഡേയിലെ മെയിൻ സ്വിംഗ്, മെയിൻ സപ്പോർട്ട് സോൺസ്, ഡിമാൻഡ് സോൺസ് അല്ലെ ലെവൽ ഏതെങ്കിലും ബ്രേക്ക് ചെയ്തുമ്പോൾ റിവേഴ്സ് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. അവിടെ ഐഡന്റിഫൈ ചെയ്യുക, വോളിയം കൂടി ഐഡന്റിഫൈ ചെയ്താണ് എൻട്രി എടുക്കേണ്ടത്. വോളിയത്തിനെ പറ്റി ഞാൻ പ്രിപ്പറേഷൻ വീഡിയോയിലെല്ലാം ഞാൻ എന്റെ ലോജിക്കലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരെ കാണുക. അതിനുശേഷം മാർക്കറ്റ് ക്ലിയർ ആയിട്ട് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുക്കേണ്ടത്. സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റിന് മുകളിലോട്ട് പോകണം. അപ്പൊ മുകളിലോട്ട് പോകുന്നതിന് മുന്നേ എന്താ ചെയ്യുക, തിരിച്ച് അതേ റെസിസ്റ്റൻസിൽ വരികയാണ്. ഏത് റെസിസ്റ്റൻസിൽ? ലാസ്റ്റ് ഡേയിലെ പ്രിപ്പറേഷൻ വീഡിയോയിൽ കാണിച്ചിരുന്നു. ഈ വന്ന റെസിസ്റ്റൻസ് എത്ര വാല്യൂ ഉള്ളതാണ്. ഇവിടെ മൾട്ടിപ്പിൾ ടൈം ഈ ഏരിയയിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. എക്സാക്ട് ലാസ്റ്റ് ഡേയും സെയിം ഈ ഏരിയയിൽ റെസിസ്റ്റൻസ് എടുത്തിരുന്നു. ഓക്കെ, റെസിസ്റ്റൻസ് എടുത്തിരുന്നു. അപ്പൊ ഇന്ന് ആ റെസിസ്റ്റൻസിൽ വന്ന് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യണം. മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, മാർക്കറ്റ് അവിടെ അപ്രോച്ച് ചെയ്യുന്ന വലിയൊരു റെഡ് ക്യാൻഡിലോട് കൂടി മാർക്കറ്റ് വരികയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഇവിടെ എക്സാക്ട് റെസിസ്റ്റൻസിൽ എത്തിയതും അപ്പൊ മാർക്കറ്റ് റെസിസ്റ്റൻസ് എത്തി പ്ലസ് ട്രെൻഡ് ലൈൻ. ഇത്രയും മതി റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സിന് താഴത്തോട്ട് ചിന്തിക്കാനായിട്ട്. അപ്പോൾ എൻട്രി എടുക്കേണ്ടത് പക്ഷേ എല്ലാ റീറ്റെയിലേഴ്സും ചിന്തിക്കുന്നതിനനുസരിച്ചുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടേതായ ട്രേഡിംഗ് രീതിയുണ്ട്. ഓക്കെ, നമ്മുടെ ലിക്വിഡിറ്റി ഹണ്ട് ചെയ്തെങ്കിൽ, അല്ല നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ട്രേഡേഴ്സ് എന്നിരുന്നാലും മാർക്കറ്റിലെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ കൂടി പൈസയുണ്ട്. അവർ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിനെ ഏത് ദിശയിലോട്ടും കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കും. അപ്പൊ അവരുടെ ട്രേഡിംഗ് സ്റ്റൈൽ ഇങ്ങനെയൊക്കെയാണ്. എക്സാക്ട് റെസിസ്റ്റൻസിലെത്തിയ സെല്ലിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുകയുള്ളൂ. നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രീവിയസ് ഡേ ക്ലോസ്. ഓക്കെ, ഇതിന് താഴെ നിങ്ങൾ എൻട്രി ഇടാൻ ശ്രമിക്കുക. നിങ്ങളുടെ എൻട്രി ഇവിടെ നിൽക്കുക. നിങ്ങൾക്ക് ഒരു മിനിമം 100-150 അല്ലെങ്കിൽ 200 പോയിന്റ് ഇൻ ദ മണിയിൽ ഇരിക്കുകയാണെങ്കിൽ നിസ്സാരമായിട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇപ്പൊ എനിക്ക് ഈ ഏരിയയിൽ എൻട്രി മിസ്സായതിനു ശേഷം ഞാൻ കോൾ സൈഡിലോട്ട് എൻട്രി നോക്കിയുണ്ടായി. കോൾ സൈഡിലോട്ട് എൻട്രി ഞാൻ ഇതിന് താഴെ, ഓക്കെ, ഈ ഒരു എൻട്രിക്ക് താഴെ മാർക്കറ്റ് ആദ്യമേ ഒന്ന് പുഷ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഏരിയ വരെ ഞാൻ മുകളിലോട്ട് എൻട്രി എടുത്തേനെ. ബട്ട് നേരെ മാർക്കറ്റ് എന്താ ചെയ്തത്, നേരെ പോയി ഡേ ഹൈ. ഓക്കെ, ഡേ ഹൈ പ്ലസ് ആ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യണം. അതായത് ഈ സെല്ലിങ്ങിൽ സെൽ ചെയ്ത റീറ്റെയിലേഴ്സിനെ മാർക്കറ്റ് റിമൂവ് ചെയ്തതിന് എക്സാക്ട്ലി ഞാൻ ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ട്രയാങ്കിൾ അല്ല, ഒരു ചാനൽ കാണുന്നുണ്ടായിരുന്നു. ആ ചാനൽ പാറ്റേൺ. ഓക്കെ, ഈ ചാനൽ. ഓക്കെ, മാർക്കറ്റ് ഈ ചാനലിനകത്തായിരുന്നു. ഈ ചാനലിനെ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഇതിന് മുകളിൽ ഞാൻ ഒരു എൻട്രി എടുത്തു. ഹാഫ് ക്വാണ്ടിറ്റിയാണ് എൻട്രി എടുത്തത്. നിസ്സാരമായ 100 പോയിന്റിന്റെ ഒരു ചെറിയൊരു മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റി. ഓക്കെ, ഇനി ഞാൻ നോക്കുന്നത് മുകളിലോട്ട് ഹോൾസെയിലോട്ടാണ് എൻട്രി നോക്കുന്നത്. ആ എൻട്രി നോക്കുന്നതിന് പിന്നെ റീസൺസ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ വരികയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്തതിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ ചാനലിന്റെ ബ്രേക്ക്ഔട്ട് മാർക്കറ്റിന് മുകളിലോട്ട് പോകണം. പക്ഷെ ആദ്യം
ഈ ബ്രേക്ക് ഔട്ടിൽ വരുന്നവരെ മാർക്കറ്റ് റിമൂവ് ചെയ്യും. അതിനുശേഷം സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അതിനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി പ്രീമിയം ചാർട്ടിനകത്ത് കൂടി പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രീമിയം ചാർട്ടിനകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകാം. പ്രീമിയം ചാർട്ട് നോക്കി 51,300ന്റെ ഒരു 51,300 ഞാൻ ഓപ്പൺ ചെയ്തത്. 51,300ന്റെ കണ്ടോ ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഇത് ഈ ഏരിയ വരെ നല്ല സപ്പോർട്ട് എടുക്കുന്നുണ്ട് മാർക്കറ്റ്. ഈ ഏരിയയിൽ കണ്ടോ സപ്പോർട്ട് 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 ഈ സപ്പോർട്ടിനെ ഒന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒന്ന് പുഷ് ചെയ്യാൻ, താഴത്തോട്ട് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ 505ലാണ് ഞാൻ എൻട്രി ഇട്ടേക്കുന്നത്. 505ന് ഞാൻ നമ്മൊരു ഹാഫ് ക്വാണ്ടിറ്റി 60 ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു 100-150 പോയിന്റിന്റെ റാലി നമുക്ക് മുകളിലോട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. എനിവേ നമുക്ക് നോക്കാം ഇനി എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്ലാനിനനുസരിച്ച് തന്നെ മാർക്കറ്റ് ബിഹേവ് ചെയ്യേണ്ടേ. എക്സാക്ട് നമ്മുടെ എൻട്രിയിൽ ഓക്കെ 505 10 പോയിന്റ് താഴെ 495 ഓക്കെ നമ്മൾ 505 എൻട്രി എടുത്തിരുന്നു. പറഞ്ഞ പോലെ തന്നെ കണ്ട ഈ ഒരു സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഹാൻഡ് ചെയ്ത്, സ്റ്റോപ്പ് ലോസ് ഈ വന്ന സപ്പോർട്ട്സിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അവിടുത്തെ സ്റ്റോപ്പ് ലോസസിനെ ഹാൻഡ് ചെയ്ത് ഹ്യൂജ് റിജക്ഷൻ 80 പോയിന്റിന്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റി. വളരെയധികം നല്ല ഇത് എന്ന് വെച്ചാൽ സമയം ഇപ്പം നോക്കുക ഏകദേശം 2:30 അടുത്തായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡലിന്റെ മുകളിൽ ചെറിയൊരു പുഷ് കിട്ടിയപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ബിക്കോസ് ഇനി മാർക്കറ്റിൽ മേ ബി സൈഡ് വൈസ് പോകാൻ വളരെയധികം സാധ്യതയാണ്. മാർക്കറ്റ് ഇനി മൂവ് ആകാം, ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ആയി ക്വിക്കായിട്ട് പോകാം. പക്ഷെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ഒന്നും മേ ബി സൈഡ് വൈസ് പോകാൻ സാധ്യത കൂടുതൽ. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ പ്രീമിയം ഡീകെ ആകാൻ സാധ്യതയുണ്ട്. സോ 80 പോയിന്റ്സ് ഇനഫ്. 2 ട്രേഡിനകത്ത് ചെറിയ ചെറിയ മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റി. വലിയൊരു മൂവ് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, എന്തെങ്കിലും ലോജിക്കിനനുസരിച്ച് വിത്തൗട്ട് ലോജിക് ഒരു എൻട്രി എടുക്കില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഒരു ലോജിക് ഇല്ലാതെ എൻട്രി എടുക്കാൻ ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ എൻട്രിക്കകത്ത് ഞാൻ കാണിച്ചു തന്നിരുന്നു എങ്ങനെ ഇത് സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പ്രീമിയം ചാർട്ടിനകത്ത് നോക്കി എടുക്കണമെന്ന്. ജസ്റ്റ് ഞാൻ 51 കണ്ടോ ചെറിയൊരു നോർമൽ നമ്മൾ ഡെയിലി എടുക്കുന്ന അതേ പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട് നമുക്ക്. ഇറ്റ്സ് ഇനഫ്. 51,300 ഓക്കെ 51,300ന്റെ ചാർട്ട് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് ആദ്യമേ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവും. ഓക്കെ, നമുക്കതൊന്നും കൂടി ഒന്ന് നോക്കാം. ഞാൻ പറഞ്ഞത് എന്താണ്, മാർക്കറ്റ് ഏതെങ്കിലും മെയിൻ ആയിട്ടുള്ള ലെവലുകളിലെ സ്വിങ്സിനെ മാർക്കറ്റ് ഹണ്ട് ചെയ്യും. അതിനുശേഷം മാർക്കറ്റ് മൂവ് ആവും. നോക്കുക, ഇതൊരു മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിരുന്നു. ഓക്കെ, മാർക്കറ്റ് എന്താ ചെയ്ത് 523 ആയിരുന്നു അതിന്റെ ലോ. അപ്പൊ മാർക്കറ്റ് ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് പുഷ് ചെയ്ത്, ബട്ട് നമ്മൾ എൻട്രി എടുക്കുന്നത് എങ്ങനെ, മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകും, നമുക്ക് ഡയറക്ഷൻ അറിയാം. പക്ഷെ ഇത് എപ്പം എൻട്രി എടുക്കും, ഇതിനെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യും. അപ്പൊ ആ ഹണ്ടിങ്ങിൽ നമ്മൾ ഈ ഒരു ഏരിയയിൽ ഓക്കെ ഈ ഒരു ഏരിയയിൽ നിയർലി 505 ഇതിന് ഒരു 15 20 20 25 പോയിന്റ് താഴെ ഓക്കെ 20-25 പോയിന്റ് താഴെ എൻട്രി എടുക്കുക. നിസ്സാരമായിട്ട് നോക്കുക. നല്ല മൂവ്. ഓക്കെ, നല്ല മൂവ് ഇത് കണ്ടോ. നമ്മുടെ ടാർഗറ്റ് ഒക്കെ നിയർലി 100 പോയിന്റ് ടാർഗറ്റ് ആണ്, നമുക്ക് അതൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. ബട്ട് നമ്മൾ ഈ ഒരു ഏരിയ ഞാൻ എക്സിറ്റ് ചെയ്യാണ് ചെയ്തത്. ദാറ്റ്സ് ഇനഫ്. നമുക്ക് ഇത്രയും ഇനഫ് ആണ്. ഒരു ഓപ്ഷൻ ബയ്യർക്ക് ഒരു മൊമെന്റം ആണ് ക്യാച്ച് ചെയ്യുന്നത്. ഒരു മൊമെന്റം ചെറിയൊരു മൊമെന്റം ആണെങ്കിൽ തന്നെ ക്യാച്ച് ചെയ്യുക, നമ്മുടെ സിസ്റ്റം അടച്ചു വെക്കുക, നാളത്തേക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കാത്തിരിക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സ്റ്റോപ്പ് ലോസസ് ഹണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഞാൻ 100-150ലധികം വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചല്ല എന്റെ വീഡിയോസ് റെഗുലർ ആയിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് ഇതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, മാക്സിമം കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് ഒന്നും റീച്ച് കിട്ടുന്നില്ല, എന്റെ വീഡിയോസ് ഒന്നും തീർത്ത് റീച്ച് കിട്ടുന്നില്ല. ഞാൻ ഇത്രയും കണ്ടന്റ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആയി പറഞ്ഞു തന്നിട്ടും ആരും വീഡിയോസിനകത്ത് അട്രാക്റ്റീവ് ആവുന്നില്ല. നിങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, മാക്സിമം കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാണുക മാത്രം പോരാ, ഇതിനകത്ത് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവുന്നവരാണെങ്കിൽ അതിനകത്ത് ജസ്റ്റ് ഇതിനകത്ത് ഒന്ന് കമന്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. വേറെ ഒന്നുമില്ല. അടുത്ത വീഡിയോയിൽ കാണും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.